പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് നമുക്കുണ്ട് എല്ലാ ദിവസവും യുദ്ധം. ഈ പഠിത്തം, ഈ ജോലി, ഈ ശുശ്രൂഷ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ചില വ്യക്തികൾ, നമ്മൾ ഫേസ് ചെയ്യേണ്ട ചില റിയാലിറ്റീസ്. ഒരു ബാറ്റിൽ ഫീൽഡിലാണ് നമ്മളെല്ലാവരും അല്ലേ? ഇന്നും നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടാകും. ഇന്ന് രാവിലെ ആരംഭിച്ച ഒരു യുദ്ധമാണ്. ഒരു ഉറക്കം പോലും കിട്ടാത്തൊരു സമയത്ത് ചിലപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നുണ്ടാവും. നിരാശപ്പെട്ടു പോകല്ലേ, ആകുലപ്പെടരുതെന്ന് പറയുന്നില്ല. ആകുലപ്പെട്ടു പോകും, ഞാൻ ആകുലപ്പെടുന്നുണ്ട്, നിങ്ങൾ ആകുലപ്പെടുന്നുണ്ട്. പക്ഷെ നിരാശപ്പെട്ടു പോകല്ല. ആകുലത നമുക്ക് വരും. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ദിവസവും ചിലപ്പോൾ ചിലതിനെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചേക്കാം. ഈശോ 1000 തവണ പറഞ്ഞു നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ടെന്നൊക്കെ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോഴും നമുക്ക് നമ്മുടേതായ ഡെയിലി സ്ട്രഗിൾസും ആകുലതകളൊക്കെ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വ്യാകുലതകളും നാളെ എന്താകും എന്നൊക്കെയുള്ള ആകുലതകളും ഒക്കെ ആയിട്ടൊക്കെ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുമായിരിക്കും. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ട്രസ്റ്റ് ഇൻ ഹിം, ഈശോയിൽ ഒന്നും കൂടെ ആശ്രയിക്കുക. ഇന്നലകളിൽ ഉണ്ടായ ഒത്തിരി വ്യാകുലതകൾ, നാളെ എന്ത് സംഭവിക്കുന്ന കുറിച്ചുള്ള ആകുലതകൾ ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴും യു ട്രസ്റ്റ് ഇൻ ഹിം കംപ്ലീറ്റ്ലി. ഇന്നൊരു ദിവസത്തെ യുദ്ധം ജയിക്കണമെങ്കിൽ, ഇന്ന് ഈ ദിവസത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഭാരം കുറയണമെങ്കിൽ നീ ഒന്നുകൂടെ ഈശോയിൽ ആശ്രയിക്കണം. എന്തിനാണെന്നറിയോ? നീ ഏറ്റവും വീക്കായിട്ട് നിൽക്കുമ്പോൾ നിന്നിലേക്ക് ഒഴുകുന്ന ആ വലിയ ആർഭാടമായ ദൈവകൃപ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പൗലോസ്ലീഹയൊക്കെ ചങ്ക് പൊട്ടിയിട്ട് ഈശോയോട് പറയുന്നില്ലേ, എന്നെ കൊണ്ട് പറ്റണില്ല, ഈ മുള്ളൊന്ന് എടുത്തു മാറ്റ്. ഈ മുള്ള് പൗലോസ്ലീഹയുടേത് പലതായിട്ട് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്കും ഇല്ല ഇങ്ങനത്തെ മുള്ളുകൾ. ദൈവമേ, ഇതെങ്ങനെ ചവിട്ടിക്കടന്ന് മുമ്പോട്ട് പോകും, ഇതൊന്നും ഒഴിവാക്കി തായോ എന്ന് പറഞ്ഞ് നമ്മൾ ചങ്ക് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. മാറിയിട്ടില്ലല്ലേ? ഈശോ പൗലോസ്ലീഹയോട് പറഞ്ഞ അതേ കാര്യം എന്നോട് നിങ്ങളോട് പറയാണ്. ചക്ക, നിനക്കെൻ്റെ കൃപ മതി. എടി പെണ്ണെ, നിനക്കെൻ്റെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു.